അതുകാല വ്യാമോഹം തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട്? താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ല താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്. സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യമാണ്. PWD മിനിസ്റ്റർ കാണാൻ ഉത്തരവാദിത്തം വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തം. സർക്കാരിനെ തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്തത്. ചെയ്തിട്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ് പറഞ്ഞേക്കാം. കേട്ടല്ലോ, അബദ്ധമാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ പൊളി. സുധാകരൻ സഖാവ് ഗംഭീരായിട്ടുണ്ട് പെർഫോമൻസ്. ആ മുന്നണി അങ്ങോട്ട് മാറിയപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വന്നപ്പോൾ ആ ലാംഗ്വേജിനൊക്കെ ഒരു മാറ്റം വന്ന് കണ്ടോ. ആ പത്രപ്രവർത്തകൻ എന്തോ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, അപ്പോഴേക്കും പറഞ്ഞു കണ്ടോ താൻ ഈ വണ്ടിയിൽ വന്നത് ഞാനുണ്ടാക്കിയ റൂട്ടിൽ കൂടെയാണെന്ന്. നോക്കണേ, ഒരു മനുഷ്യനുണ്ടാവുന്ന അകന്ത. താനുണ്ടായിരുന്ന ഒരു ഭരണകൂടം, LDF സംവിധാനം ഒരു ഭരണനിർവഹണത്തിൻ്റെ ഭാഗമാക്കി ഉണ്ടാക്കിയ റോഡ് തൻ്റേതാണെന്നും താനില്ലായിരുന്നെങ്കിൽ ഈ റോഡുകളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നും പറഞ്ഞു വെക്കുകയല്ലേ ഇതിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ അതല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഇത്തരത്തിലൊരു അഹന്ത അദ്ദേഹത്തിന് വളർന്നു വന്നിരുന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് കാണും. ആലപ്പുഴയിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് കേട്ട് പല പരിപാടിക്കും അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയിരുന്നില്ല പോലും. ഇത് അവർ പറയുന്ന വേർഷനാണ്. 10ഓളം പരിപാടിക്ക് നേരിട്ട് പോയും അല്ലാതെയും വിളിച്ചു കഴിഞ്ഞപ്പോഴൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല. പിന്നെ 11ാമത്തെ ഒരു മീറ്റിങ്ങിന് വിളിക്കാതെയായി. കാരണം വിളിച്ചിട്ടും വരാത്തൊരാളെ പിന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ, പല്ലക്കിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇത്തരം ചോദ്യങ്ങളാണോ ഉണ്ടാവുക എന്ന് മാത്രമല്ല, ഈ വ്യതിയാനം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. നമുക്ക് കേട്ടു നോക്കാം. അപ്പം നമുക്ക് കാര്യങ്ങൾ ബോധ്യമാകുമല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. G. സുധാകരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നല്ലോ. അദ്ദേഹം മറ്റൊരു കൂട്ടറുമായിട്ട് ആലോചിക്കാൻ പോകുന്ന ആരെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ഞങ്ങളെല്ലാം സാധാരണ മനുഷ്യരെ വിശ്വസിക്കുന്നവരല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് നിലപാടുകളുണ്ട് എന്ന് ചിന്തിക്കാനാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത തീർത്തും വഞ്ചനാപരമായ നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത് എന്താണ് വസ്തുത. പക്ഷേ വ്യതിയാനം വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ 3 തവണ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ആദ്യത്തെ തവണ ഫോൺ എൻഗേജ്ഡാണ്. പിന്നെ അത് കണ്ടില്ലായിരിക്കും എന്ന് വിചാരിച്ച് 2ാമതും വിളിച്ചു. അപ്പോൾ എൻഗേജ്ഡ് അല്ല, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടില്ല. പിന്നെയും വിളിച്ചു, പിന്നെയും എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എടുക്കാതിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഒന്ന് കിട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമമായി. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ സുധാകരനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, വിളിച്ചു എന്ന് പറഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ വിളിച്ചോളാം, എനിക്കിപ്പോൾ വിളിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നർത്ഥം. വളരെ കൃത്യമായ പ്ലാനോടുകൂടി സമയബന്ധിതമായി എപ്പോൾ ചാടണം, എങ്ങനെ ചാടണം എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ്. അദ്ദേഹത്തിന് ഈ അധികാരമോ അല്ലെങ്കിൽ പവറോ ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. വെറും പാർട്ടി പ്രവർത്തനമൊക്കെ നടക്കുന്നതിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്നൊക്കെ. എന്ന് മാത്രമല്ല, ആ പത്രലേഖനോടൊക്കെ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ, സർക്കാരാണ് ഉണ്ടാക്കിയത്. സർക്കാരോ? എന്ത് പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭയുടെ ഒരു തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇനി ആരും ഇവിടെ മറ്റൊരു മന്ത്രി വേണ്ട, ഇവിടെ ഒന്നും താനില്ലെങ്കിൽ പ്രളയമാണ്, തനിക്ക് ശേഷം പ്രളയമാണ് എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുണ്ടായി. എന്താ ചെയ്യുക? ഇനി മറുപക്ഷത്തുണ്ടല്ലോ നമ്മുടെ കോൺഗ്രസിൻ്റെ പക്ഷത്ത്, അവിടെയും ഒരു സുധാകരൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം ആ പാർട്ടിയെ മുൾമുനയിൽ നിർത്തി കേരള രാഷ്ട്രീയത്തെ നോക്കി പുച്ഛിക്കുകയായിരുന്നു. താനില്ലെങ്കിൽ കണ്ണൂർ പിടിച്ചടക്കാൻ ആരുമില്ല എന്ന് അദ്ദേഹം മേനികൊള്ളുകയാണ്. പിന്നെ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പുലി പോലെ വന്നവൻ എലി പോലെയായ കാഴ്ച നമ്മൾ കണ്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തിനാണ് അദ്ദേഹം പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ല. കിട്ടുന്ന അവസരത്തിൽ എന്തായാലും ഒരു പ്രകരം സതീശനിട്ട് കൊടുക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.